ആ മോനെ. ഇല്ലില്ല, ഇവിടെ പുറത്തെവിടെയോ ഉണ്ട്. ആ ഇല്ല, കഴിച്ചിട്ടില്ല. നീ വല്ലതും കഴിച്ചോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. ആ ശരി. குயில்களுக்கு அப்பா ஏதாவது சாப்பிடுவாங்களா இல்ல அப்படியே அழுதுட்டே இருப்பாங்களா? അഴുതെഴുതി ചേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ஐயோ அப்படிலாம் சொல்லாதீங்க. പിന്നെ ഞാൻ എന്തുവാ പറയണ്ടേ? ആ നിന്റെ കുഴിപ്പളത്തച്ഛൻ എന്തിയേ? അവിടെ ഒരാളുടെ നമ്പർ തപ്പിക്കിടപ്പുണ്ട്. ആരുടെ നമ്പര്? അതായത് നമ്മുടെ ഈ മരിച്ചുപോയ പ്രഭാകരൻ സാറ്. സാറും നമ്മുടെ ജനാർദ്ദനൻ സാറും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു കൊളീഗായ ഏതോ ഒരു സാറ്, ഇവരുടെ സാറിന്റെ പേര് പറഞ്ഞു മറന്നു കഴിഞ്ഞേ. അവര് മൂന്നുപേരും കൂടാണ് ഒരുമിച്ച് സ്ഥിരം പൊക്കോണ്ടിരുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പുള്ളിയുടെ നമ്പർ കിട്ടുന്നില്ലെന്ന്. കൂടെ വർക്ക് ചെയ്തിരുന്നോ? അതെ, ആ പുള്ളിയുടെ നമ്പർ ഇട്ടേ വിളിച്ചിട്ട് തെറി വിളിക്കായിരുന്നു. പ്രഭാകരൻ സാറ് മരിച്ചിട്ട് വിളിച്ച് പറഞ്ഞില്ലെന്ന്. ഓ അങ്ങനെ. ആരാളാരാ? പേര് ബാഹുലേയൻ. பாவல்ல அப்பா ரொம்ப வருத்தமா இருக்காருல்ல. കിട്ടിയടാ, ബാഹുലേന്റെ നമ്പർ കിട്ടി. ഞങ്ങളെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നാണേ. എന്നിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന പ്രഭാകരൻ സാറ് മരിച്ചിട്ട് ഒരു വാക്ക് ഇവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഇവൻ മനഃപൂർവ്വം പറയാത്തതാ. ഇവൻ പണ്ട് ലൈൻ വേണ്ട, ആ കഥയൊന്നും ഞാൻ പറയണില്ല ഇപ്പൊ. ആ ഞാനൊന്ന് വിളിക്കട്ടെ. അച്ഛാ, കുറച്ച് അങ്ങാട് നിന്നവരുടെ നമ്പർ ഒന്നും ഇല്ല അച്ഛൻ്റെ കയ്യില്. നമ്പറൊക്കെ പോയില്ലേ മോളെ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു തന്നെ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തത്. ഞാൻ വിളിക്കട്ടെ. ഹലോ, ബാഹുലേയനല്ലേ? ജനാർദ്ദനാ? ഏത് ജനാർദ്ദനാ? ഓഹോ, താൻ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ മറന്നുപോയി അല്ലേ? ഇവിടെ താൻ ഒരു ദിവസം ഫ്യൂസ് കെട്ടാൻ കമ്പിയില്ലാതെ വിഷമിച്ച് നിന്നപ്പോ കമ്പി കൊണ്ട് തന്റെ കൈവെള്ളയിൽ വെച്ച് തന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ജനാർദ്ദനൻ. ആ ഇപ്പൊ പിടികിട്ടി. വിശേഷമൊക്കെ പിന്നെ പറയാം. താൻ എന്തുകൊണ്ടാണ് പ്രഭാകരൻ സാറ് മരിച്ച കാര്യം എന്നോട് പറയാതിരുന്നത്? ഏത് പ്രഭാകരൻ? ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുളത്തൂപ്പുഴ പ്രഭാകരൻ സാർ. ആ പുള്ളി മരിച്ചു പോയല്ല, 3 വർഷമായി. ബാഹു കരയണ താൻ? എടോ താനും അറിഞ്ഞില്ലേ? ഞാനും അറിഞ്ഞില്ലടോ പ്രഭാകരൻ സാറ് പോയത്. നമ്മളോട് രണ്ടുപേരോട് ആരും പറഞ്ഞില്ലടോ. ഹലോ, ബാബുലേ സാറല്ലേ? കരയണ്ട. അല്ല, ഫോൺ കട്ട് ചെയ്തിട്ട് സമാധാനമായിട്ട് സാറ് കരഞ്ഞു. അല്ല, രാവിലെ പോലെ ചേട്ടനിവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് കരഞ്ഞു. ശരി എന്നാലേ. അപ്പൊ പ്രഭാകരൻ സാറ് മരിച്ച കാര്യം ഞാനും ബാഹുലേനും മാത്രമേ അറിയാതിരിപ്പുള്ളൂ. അപ്പൊ ഇതിലെന്തോ ദുരൂഹത ഉണ്ടാ? അച്ഛാ, അമ്മയുടെ ഒരു പോക്ക് കണ്ടിട്ട് അമ്മയുടെ മൂഡ് ചെറുതായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് അച്ഛനുള്ള നേരത്ത് ഫുഡ് കഴിക്കുന്നത് ഒരു നല്ല ആശയമായിരിക്കും. ഇറങ്ങൂല മോളെ. കുഴപ്പമില്ലത്തച്ചോ, വിഷമമുള്ളതേ ഒരു സൈഡിൽ കിടന്നോട്ടെ, അതിന്റെ കൂടെ തന്നെ കുറച്ച് ചോറും കിടന്നോട്ടെ. കേശു, നിനക്ക് സാധിക്കുമായിരിക്കും, ജനാർദ്ദനത് അത് സാധിക്കൂലടാ. ഒരു തുള്ളി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. എന്നാലും എന്തൊരു പോക്കാ പോയത്? പ്രഭാകരൻ സാറല്ലേ? അല്ല, സീത. സീതാമ്മ പോയത് കണ്ടിട്ടെ എന്തോ ഒരു ബന്ധയോട് തോന്നുന്നുണ്ട്. കുഴപ്പത്തേക്കാണോ? അല്ല, പ്രഭാകരൻ സാറിന്റെ വീട്ടിലേക്ക്. പ്രഭാകരൻ സാറിന്റെ വീട്ടിലേക്കാ? അതെ. അതങ്ങ് കുളത്തൂപ്പുഴയാണ്. ഇതിനെന്താ, ഇപ്പൊ വിട്ടു കഴിഞ്ഞാൽ വെളുക്ക അങ്ങ് ചെല്ലാം. പോകുമ്പോഴത്തേക്കിനും ആ കൂടെ ആ ബാഹുലേൻ സാറിനെയും കൂടെ വിളിച്ചു. അത് നല്ല ഐഡിയ ആണ് സീതമ്മ. നമുക്ക് ഇവർക്ക് കരഞ്ഞ് അങ്ങ് എത്താലോ. അതെ. അല്ല സീത, ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പുള്ളി മരിച്ചിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞ്. അല്ല, പുള്ളിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾക്കായിരുന്നല്ലോ ഇത്ര നേരം വലിയ വിഷമം. അതൊക്കെ അല്ല കേശു, ഇപ്പൊ ഇവിടുന്ന് കുളത്തൂപ്പുഴക്ക് പോയാലേ പറ്റില്ലൂടാ? ഇതാകുമ്പോ പറഞ്ഞാലും വെളുപ്പിനാകുമ്പോ ചെല്ലും. ഒരു 8 മണിക്കൂർ ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യണം. അതിനിപ്പോ എന്താ? അല്ല, ഞാനത് വിഷമിച്ചിരിക്കായിരുന്നല്ല, കഴിച്ചില്ലായിരുന്നു. അയ്യോ, കഴിക്കണ്ട.
അല്ല കഴിച്ചില്ലെങ്കിൽ മരുന്ന് കഴിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റും. അയ്യോ പറ്റിക്കോട്ടെ, അങ്ങനെയാകുമ്പോ പുള്ളിയുടെ അപ്പുറം കിടക്കാമല്ലോ നിങ്ങക്ക് പോയാ. ഞാൻ പോവൂല. അയ്യോ പോയേ പറ്റൂ. ഞാൻ പോവൂല. പിടിച്ചേ, ഫോൺ പിടിച്ചേ, ബാഗ് പിടിച്ചേ. ഞാൻ പോവൂല സീത. ഇല്ല, പറ്റത്തില്ല. സീത ഞാൻ പോണില്ല. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. എന്നാ നേരെ റൂമിലോട്ട് പോകട്ടെ. ആ. പ്രഭാരം മിണ്ടരുത്. കുറെ നേരമായി തുടങ്ങിയിട്ട്.